കാനാൻഡേഷൻ സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. നീതു എന്ന ജേർണലിസ്റ്റ് തന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് അവൾ പറയുകയാണ്, എന്നെ വെറുക്കരുത്, വീണ്ടും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതിന്. അയാൾക്ക് നീതുവിനെ ഒരിക്കലും വെറുക്കാൻ സാധിക്കില്ല, കാരണം നീതുവിനെ അത്രമേൽ അയാൾക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ കൂടി ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകിയത്, അവർക്കിടയിൽ വീണ്ടും ഒരു പെൺകുഞ്ഞു വന്നത് ഒരു അകലം സൃഷ്ടിക്കും എന്നയാൾക്ക് തോന്നി. ഫാദർ ബോബി ജോസ് കട്ടിക്കാടിന്റെ സഞ്ചാരിയുടെ ദൈവം എന്ന പുസ്തകത്തിലെ ഒരു കഥയുടെ ഭാഗമാണിത്. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. എന്നാൽ കൂടി പെൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരെ വേണ്ടെന്ന് വെക്കുന്ന മാതാപിതാക്കൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓരോ ദാനവും ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹം നാം തിരിച്ചറിയണം. സ്നേഹം തിരിച്ചറിയാം, വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. കാനാൻഡേഷൻ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുന്നു. അതിനു മുൻപായി വെൽക്കം ചെയ്യുന്നു നമ്മുടെ പ്രിയങ്കരനായ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. വെൽക്കം ടു കാനാൻഡേശം സീസൺ 2 ദ ബൈബിൾ റിയാലിറ്റി ഷോ. എന്റെ പാർശ്വങ്ങളിൽ നീ എന്നെന്നും തുണയാകണേ, എന്റെ നിശ്വാസങ്ങൾ നിന്റെ പരിമളം പരത്തിയിടട്ടെ, എന്റെ രക്താണുവിൽ നിന്റെ സ്നേഹം പകർന്നിടണേ, എന്റെ ഹൃദയത്തിലും നിന്റെ മുഖബിംബം പതിഞ്ഞിടട്ടെ, എന്റെ പാർശ്വങ്ങളിൽ നീ എന്നെന്നും തുണയാകണേ, എന്റെ നിശ്വാസങ്ങൾ നിന്റെ പരിമളം പരത്തിയിടട്ടെ, എന്റെ രക്താണുവിൽ നിന്റെ സ്നേഹം പകർന്നിടണേ, എന്റെ ഹൃദയത്തിൽ നിന്റെ മുഖബിംബം പതിഞ്ഞിടട്ടെ. സ്നേഹത്തിന്റെ കൂദാശയായി നമ്മളിൽ വസിക്കുന്ന കരുണാമയനായ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് കാനാൻഡേശം സീസൺ 2 ഈ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മിസസ് ഷാൽബി ആൻഡ് ബേബി ഫ്രം എറണാകുളം. കാനാൻഡേശം സീസൺ 2 ഈ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ ഗോൾഡൻ സീറ്റിൽ വന്നിരിക്കുന്നത് ഒരാളല്ല, 2 പേരാണ്. ഷാൽബി ആൻഡ് ബേബി 7 മാസം പ്രഗ്നന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 പേരാണ് നമ്മുടെ ഗോൾഡൻ സീറ്റിലുള്ളതെന്ന്. കൂടുതൽ വിശേഷങ്ങൾ അറിയാം, ഷാൽബിയെ പരിചയപ്പെടാം, ഒപ്പം മത്സരത്തിലേക്ക് കടക്കാം. വെൽക്കം ടു കാനാൻഡേശം സീസൺ 2. ഒത്തിരി ആദരവോടെ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. കാരണം ഒരു മാതാവിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴല്ല ജീവൻ ഉണ്ടാവുന്നത്, മറിച്ച് ഒരു ശരീരത്തിൽ വസിക്കാൻ ദൈവം ഒരു ആത്മാവിനെ സൃഷ്ടിക്കുമ്പോഴാണ് ജീവൻ തുടങ്ങുക എന്ന് പറയുന്നു. അങ്ങനെ ഒരു ആത്മാവും കൂടെ ഇപ്പോൾ ഷാൽബിയുടെ കൂടെ ഉണ്ട്. വളരെയധികം റെസ്പെക്റ്റോടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം ആ കുഞ്ഞ്, വളരെയധികം സന്തോഷം ഷാൽബി ഈ സീറ്റിൽ വന്നതിന്. നമുക്ക് ഷാൽബിയുടെ ഫാമിലിയെ ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാം. ആരൊക്കെയാണ്? എന്റെ പപ്പ വന്നിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന്, പിന്നെ എന്റെ ഭർത്താവിന്റെ അമ്മ, ഭർത്താവിന്റെ ചേച്ചിയും മോളും, പിന്നെ എന്റെ മാവനും മൂത്ത മോനും. ഷാൽബിയുടെ വീടിനെ പറ്റി പറയൂ. ആരൊക്കെയാണ് വീട്ടിലുള്ളത് ഇപ്പോൾ? ഭർത്താവിന്റെ വീട്ടില് ഭർത്താവ് ചെന്നൈ ജോലി ചെയ്യുന്നു. പപ്പ, മമ്മി, മോന്.
ഇപ്പോൾ താമസിക്കുന്നത് ചെന്നൈയിലാണ് നിങ്ങൾ? ഞാൻ അവിടെ ആയിരുന്നു. ഇപ്പൊ ഒരു മാസമായിട്ട് ഞാൻ ഡെലിവറി ആവശ്യങ്ങൾക്കായിട്ട് ഇപ്പൊ നാട്ടിൽ വന്നിരിക്കുകയാണ്. നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെന്നൈയിൽ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? ചെന്നൈയിൽ മദ്രാസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കളക്ടർ നഗർ എന്ന് പറഞ്ഞു. കളക്ടർ നഗർ. ഓക്കെ. ഈ എപ്പിസോഡിൽ ഷാൽബിക്കൊപ്പമുള്ള നമ്മുടെ അതിഥി എന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഡേറ്റ് മാർച്ച് ലാസ്റ്റോടെയാണ്. മാർച്ച് ലാസ്റ്റോട് കൂടിയാണ്. ഓക്കെ. ഡെലിവറി ഒക്കെ ഏത് ഹോസ്പിറ്റലാണ്? ഇവിടെ കണ്ണൂർ തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പൊ മദ്രാസില് ഹസ്ബൻഡിന്റെ കൂടെ ഇപ്പോൾ തിരിച്ചിവിടെ എത്തിയിരിക്കുന്നു നാട്ടില് ഡെലിവറിക്കായിട്ട്. അപ്പോൾ ഷാൽബിയുടെ ഹസ്ബൻഡിന്റെ പേര് പറയാമോ? ഹസ്ബൻഡ് നിഞ്ചു. നിഞ്ചു. എവിടെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്? ചെന്നൈയിലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എന്താണ് പ്രൊഫഷൻ? അദ്ദേഹം നഴ്സാണ്. നഴ്സാണ്. ഓക്കെ. അദ്ദേഹം മദ്രാസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലാണോ? അല്ല, അതിന് അടുത്ത ഡോക്ടർ KM ചെറിയ ആൻഡ് ഹാർട്ട് ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലാണ്. അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ കുഞ്ഞാണോ നിങ്ങളുടെ? അല്ല, ഞങ്ങളുടെ മൂത്ത മോനുണ്ട്, 2 വയസ്സായി. എന്താണ് അവന്റെ പേര്? നിഹാൽ സെബാൻ. നിഹാൽ. ഓക്കെ. അപ്പം ഇത് രണ്ടാമത്തെ കുഞ്ഞിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ. മാർച്ച് അവസാനം. അപ്പം എല്ലാ ആശംസകളും നേരുന്നു പ്രാർത്ഥനയോടെ. പോകാം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2, ദ ഫസ്റ്റ് റൗണ്ട്, സിൽവർ റൗണ്ട്. സിൽവർ റൗണ്ടിൽ 4 ചോദ്യങ്ങളാണ്. 4 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും 10 പോയിന്റ്സ് ആണ് ലഭിക്കുക. അടുത്തടുത്ത 2 ചോദ്യങ്ങൾ തെറ്റാവുകയാണെങ്കിൽ 10 പോയിന്റ്സ് മൈനസ് ആവും. മറിച്ച് 4 ചോദ്യങ്ങളും റൈറ്റ് ആൻസർ ആണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും. ടോട്ടൽ 50 പോയിന്റ്സ് സ്കോർ ചെയ്യാം ഈ ഒറ്റ റൗണ്ടിൽ. ക്ലിയർ അല്ലേ? നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷാൽബിക്കുള്ള ആദ്യത്തെ ചോദ്യം. അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന പ്രവചനം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് ഏത് പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ടാണ്? അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന പ്രവചനം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് ഏത് പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ടാണ്? ഓപ്ഷൻ എ ജെറമിയ, ഓപ്ഷൻ ബി ഏലിയ, ഓപ്ഷൻ സി ഏശയ്യ ആൻഡ് ഓപ്ഷൻ ഡി ഹോശിയ. ഈ 4 ഓപ്ഷൻസിൽ നിന്ന് ഒന്ന് തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ഏശയ്യ. ഓപ്ഷൻ സി ഏശയ്യ. ലോക്ക് ചെയ്യാമോ? ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി ഏശയ്യ. ഉറപ്പാണോ ഷാൽബി? ഞാൻ വായിച്ചതുപോലെ തോന്നുന്നു. അതിലേറ്റവും ചേർന്ന് വരുന്നത് ഏശയ്യയാണ് ഈ ഓപ്ഷൻസിൽ, അല്ലേ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ സി ഏശയ്യ റൈറ്റ് ആൻസർ. ലൂക്ക 22:37 ഈ ഭാഗം പറയുന്നത്. യേശു തനിക്ക് വരാനിരിക്കുന്ന പീഡാനുഭവത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുകയാണ്. അവൻ പാപികളോടുകൂടെ എണ്ണപ്പെടുമെന്ന് ഏശയ്യ പ്രവചിച്ചിരുന്നു. ഒരു പാപവും ചെയ്യാതിരുന്നിട്ടും അവൻ നിയമലംഘകനായി കരുതപ്പെട്ട് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടും എന്ന പ്രവചനമാണ് ഇവിടെ പൂർത്തിയാവുന്നത്. ആദ്യത്തെ ചോദ്യം ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുന്നു. നല്ല തുടക്കം, അല്ലേ? അപ്പോൾ ഷാൽബി ആൻഡ് ബേബിയുടെ കുടുംബം, കൂടെ വന്നിരിക്കുന്നവരെ പരിചയപ്പെട്ടിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്റെ പേര് നിഷ. ഷാൽബിയുടെ ഹസ്ബൻഡിന്റെ പെങ്ങളാണ് ഞാൻ. ഞാൻ വെള്ളാരപ്പള്ളി ഇടവകയിലെ അംഗമാണ്. ജോസ് പിള്ളേച്ചർ അച്ഛനാണ് ഞങ്ങളുടെ വികാരി. ഞാൻ പെരുമ്പാവൂര് ഒരു പ്രൈവറ്റ് ഫേമില് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ജിഷയുടെ ഹസ്ബൻഡിന്റെ പേര് ജോഷി. അപ്പോൾ ഷാൽബിക്ക് ഹെൽപ്പായിട്ട് വന്നിരിക്കുകയാണ്, ഷാൽബിക്ക് സ്ട്രോങ് സപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ്. വളരെ സന്തോഷം. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അമ്മയുടെ പേര് പറയൂ. ആലീസ്. ഓക്കെ, പറയാം. എന്താണ് മോളെ കുറിച്ചുള്ള അഭിപ്രായം? മോള് ഇതിപ്പം കാനാൻ ദേശത്തിന്റെ ഗോൾഡൻ സീറ്റിൽ വന്നിരിക്കുകയാണ്. പഠിക്കാൻ നല്ല കഴിവുണ്ട്. അതുകൊണ്ട് ഇത് സെലക്ഷൻ കിട്ടിയപ്പോ പോവാന്ന് തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെ വേണ്ടത്ര സപ്പോർട്ട് ചെയ്ത് പോന്നു. ഓക്കെ, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ,
ഒത്തിരി സന്തോഷം. ആരാണ് അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ്? മോന്റെ കുഞ്ഞാണ്. അതാണ് ഷാൽബിയുടെ മൂത്തയാളല്ലേ? ഓക്കെ, അടുത്തയാൾക്ക്. എന്റെ പേര് അഞ്ജലീന. ഞാൻ വെള്ളാരപ്പള്ളി പള്ളിയിലാണ്. ഇതെന്റെ ആന്റിയാണ്. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെന്റ് ജോസഫ് CJHS കാഞ്ഞൂര് 6th സ്റ്റാൻഡേർഡിലാണ്. 6th. എന്താണ് സ്കൂളിലെ വിശേഷങ്ങൾ? കുഴപ്പമില്ല, നല്ല സ്കൂളാണ്. നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? മിടുക്കിയായിട്ട്? കുഴപ്പമില്ല. 6th പഠിക്കുന്നത്. എന്താണ് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? പാട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഡാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പാടുന്നത്? നിങ്ങളുടെ വീട്ടില് ആരെങ്കിലും പാടുമോ? പാട്ട് അമ്മ എന്ന് പറയുന്നത് നിഷ. അപ്പൊ അമ്മയുടെ പാട്ടൊക്കെ കേൾക്കാം നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ, അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഒരാൾ കൂടി ഇരിപ്പുണ്ട്. നമുക്ക് പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് വരാം. റെഡി? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷാൽബി ആൻഡ് ബേബിക്കുള്ള രണ്ടാമത്തെ ചോദ്യം. ജോനാഥന്റെ മുടന്തനായ മകന്റെ പേരെന്ത്? ജോനാഥന്റെ മുടന്തനായ മകന്റെ പേര്. ഓപ്ഷൻ എ മെഫിബോഷെത്ത്, ഓപ്ഷൻ ബി ഇഷ്ബോഷെത്ത്, ഓപ്ഷൻ സി സീബ ആൻഡ് ഓപ്ഷൻ ഡി മിക്ക. ആരാണ് ജോനാഥന്റെ മുടന്തനായ മകൻ? ഓപ്ഷൻ ബി ഇഷ്ബോഷെത്ത്. ഉറപ്പാണോ? ഷാൽബി പറയുന്ന ഓപ്ഷൻ ഞാൻ ലോക്ക് ചെയ്യാം. ഓപ്ഷൻ എ മെഫിബോഷെത്ത്. ഓപ്ഷൻ എ മെഫിബോഷെത്ത്. അതല്ലേ ഞാൻ ലോക്ക് ചെയ്യേണ്ടത്? അതെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ മെഫിബോഷെത്ത്. ആദ്യം ഇഷ്ബോഷെത്താണ് പറഞ്ഞിരുന്നത്, അതിനുശേഷം മെഫിബോഷെത്തിലേക്ക് വന്നു. രണ്ട് പേരുകളും തമ്മിൽ ചെറിയ സാമ്യമുണ്ട്, അല്ലേ? അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാവാം. ഇപ്പോഴും ബി ആവാം, എ ആവാം. ചോദിക്കാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ. മെഫിബോഷെത്ത് ആണ് റൈറ്റ് ആൻസർ. 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഷാബിയുടെ കൂടെ വന്നിരിക്കുന്ന ഒരാളെ കൂടെ പരിചയപ്പെടാനുണ്ട്. പോയിട്ട് വരാം. എന്റെ പേര് ബേബി CM. ഞാൻ ഷാൽബിയുടെ പപ്പയാണ്. കോട്ടയം അതിരൂപതയിലെ മലബാർ റീജിയനിലെ മടമ്പം ലൂർദ് ഫൊറോന പള്ളിയുടെ ഭാഗമാണ്. റിട്ടയർഡ് അധ്യാപകനും കൂടിയാണ്. ഓ, വളരെ സന്തോഷം. എവിടെയായിരുന്നു? ഏത് സ്കൂളിൽ നിന്നാണ് റിട്ടയർ ആയത്? മടമ്പം മേരിലാൻഡ് ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു. പ്രഥമ അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തു. ഓക്കെ. മാർച്ച് 2013 റിട്ടയർ ചെയ്തു. 2013. ഇപ്പം അതായത് പിന്നെ റിട്ടയർമെന്റിനുള്ള ശേഷമുള്ള ജീവിതം എങ്ങനെ പോകുന്നു? കുറെയൊക്കെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലുണ്ട്. പിന്നെ പള്ളിയുടെ അക്കൗണ്ടന്റ് ആണ്, പാരിഷ് കൌൺസിൽ മെമ്പർ. എപ്പോഴും ആക്റ്റീവാണ്. കാരണം കഴിഞ്ഞ എപ്പിസോഡുകൾ വന്ന പലരും ഇതുപോലെ വന്നിട്ടുള്ളവർ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ആക്റ്റീവായിട്ടിരിക്കുന്നവരെ കാണുന്നത് നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. കാരണം അവർ വളരെയധികം, അതായത് റിട്ടയർമെന്റ് മുമ്പുള്ള ജീവിതം ജീവിച്ചതിനേക്കാളും കൂടുതൽ സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്നവരാണ് ആക്റ്റീവായിട്ടിരിക്കുന്ന റിട്ടയർമെന്റ് ലൈഫും, അല്ലെ? കോട്ടയം അതിരൂപതയുടെ മതബോധന കമ്മീഷൻ അംഗം കൂടിയാണ്. സാറിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? കൂടുതലും മതബോധന കമ്മീഷന്റേതായിട്ട് നിങ്ങൾ എന്താണ് കൂടുതൽ ചെയ്യുക? നമ്മള് സൺഡേ സ്കൂളുകൾ, വിശ്വാസ പരിശീലന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട്. ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, വിലയിരുത്തലുകളൊക്കെ നടത്താറുണ്ട്. അപ്പൊ നിരന്തരമായ ഞങ്ങളുടെ വിലയിരുത്തലിന് ശേഷം നിരന്തരമായ ഞങ്ങളുടെ കമ്മീഷൻ മീറ്റിങ്ങുകളിൽ അവയൊക്കെ ചർച്ച ചെയ്ത് അവർക്ക് ആവശ്യമായ ഒരു ബൂസ്റ്റിംഗ് പ്രോഗ്രാം, അവർക്ക് ഒരു പ്രോത്സാഹന രീതിയിൽ ഞങ്ങൾ വീണ്ടും സന്ദർശിക്കാറുണ്ട്. ഈ ടീച്ചിങ് പ്രൊഫഷൻ നമ്മളെ അതിനൊത്തിരി സഹായിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും. എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ സാർ ഷെയർ ചെയ്യാനായിട്ട്? ഇപ്പോൾ കാരണം നമ്മള് ഗുഡ്നസ് ചാനലിന്റെ കാനാൻ ദേശം സീസൺ 2 ഇതിലാണ്, പ്രോഗ്രാമിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട്. ഒരു റിട്ടയർഡ് അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഒത്തിരി എക്സ്പീരിയൻസുകൾ. സാറിന്റെ ഒക്കെ വാക്കുകൾക്ക് ഒത്തിരി വിലയുണ്ട്. എന്തെങ്കിലും പ്രേക്ഷകരോട് ഷെയർ ചെയ്യാനുണ്ടോ സാർ? ഇന്ന് മതബോധന രംഗം ഒരു വെല്ലുവിളി നേരിടുകയാണ്. കാരണം നമ്മുടെ യുവജനങ്ങൾ ഇതിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ആശാവഹമായ കാര്യമാണ്, അവർ പലരും
തിരിച്ചു വരുവാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ആ കാലത്തിന്റെ ആ മാറ്റത്തിനനുസരിച്ച് അവർ നീങ്ങുന്നു എങ്കിലും തിരിച്ചു വരുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം അത് ഏതൊരു ഏജ് ലെവലിലാണ് അങ്ങനെ തിരിച്ചു വരുന്നത്? ശരിക്കും അങ്ങനെ പറയാൻ പറ്റുമോ സാറിന്? അങ്ങനെ ഒരു കുട്ടികൾ ഒരു തിരിച്ച് ഒരു സർട്ടൻ ഏജ് കഴിയുമ്പോൾ ഒരു +2 ലെവലൊക്കെ കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് പുനർചിന്തനം നടത്താറുണ്ട്. അതൊരു +1 +2 പ്രൊഫഷണൽ കോഴ്സിന്റെ ഈ ഒരു 4-5 വർഷങ്ങള് അവരുടെ യുവത്വത്തിന്റെ ശരിയായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവരെല്ലാത്തിനെയും ചോദ്യം ചെയ്യുകയും എല്ലാത്തിനെയും വിമർശാത്മകമായ രീതിയിൽ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അവരുടെ ഗ്രോത്തിന്റെ ഭാഗത്തേക്ക് മേഖലയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അവര് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിൽ മാറുന്നുണ്ട്. അത് എന്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതാണ് സാർ പറഞ്ഞ വലിയ ഒരു പോയിന്റാണ്. കാരണം ആ ടീനേജിന്റെ പ്രായം എന്ന് പറയുന്നത് വളരെ എപ്പോഴും എല്ലാത്തിനെയും ഒപ്പോസ് ചെയ്യാനും ഒരു എല്ലാവരോടും എതിര് ചോദിക്കാനും എന്തിലും കുറ്റം കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രവണതയുള്ള സമയമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് എത്തിക്കുമ്പോൾ അവർ തിരിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആശാവഹമായ കാര്യം തന്നെയാണ്. അതുവരെ അവർ പോട്ടെ, ഒരു ചെറിയ ലിമിറ്റ് അല്ലേ. ഒത്തിരി സന്തോഷം സാർ, സാറിന്റെ വിലയേറിയ വാക്കുകൾക്ക്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷാൽബി ആൻഡ് ബേബിക്കുള്ള മൂന്നാമത്തെ ചോദ്യം. ക്രിസ്തുവിനു വേണ്ടിയുള്ള ശുശ്രൂഷയിൽ അവൻ മരണത്തിന്റെ വക്കുവരെ എത്തി എന്ന് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ക്രിസ്തുവിനു വേണ്ടിയുള്ള ശുശ്രൂഷയിൽ അവൻ മരണത്തിന്റെ വക്കുവരെ എത്തി എന്ന് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഓപ്ഷൻസ്: എ. തിമോത്തേയോസിനെ, ബി. എപ്പഫ്രോദിത്തോസിനെ, സി. ക്ലെമന്റിനെ, ഡി. എവോദിയായെ. ആരെക്കുറിച്ചാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഇങ്ങനെ പരാമർശിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി എപ്പഫ്രോദിത്തോസിനെ. ഓപ്ഷൻ ബി എപ്പഫ്രോദിത്തോസിനെ അല്ലേ? നമുക്ക് പറയാൻ കുറച്ച് വിഷമമുള്ള പേരാണ്, അതുകൊണ്ടാണ് അത് ഓർത്തിരിക്കുന്നത്. ഇത് തന്നെയാണോ കറക്റ്റ്? ഞാൻ വായിച്ചതുപോലെ എനിക്ക് ഒരു ഓർമ്മ. ഓക്കെ, ലോക്ക് ചെയ്യട്ടെ ഞാൻ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി. വായിച്ചതുപോലെയാണ് ഒരു ഓർമ്മ. ചോദിക്കാം നമുക്ക്. ഓക്കെ, കമ്പ്യൂട്ടർ പ്ലീസ്. എപ്പഫ്രോദിത്തോസിനെ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. ഗുഡ് ഗോയിങ് ഷാൽബി ആൻഡ് ബേബി. അപ്പൊ ഇനി ഒരു ചോദ്യം കൂടി സിൽവർ റൗണ്ടിൽ ബാലൻസ് ഉള്ളൂ. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് തിരിച്ച് ഷാൽബിയുടെ വിദ്യാഭ്യാസം എവിടെയായിരുന്നു തുടക്കം? ഞാൻ 10ാം ക്ലാസ് വരെ മടമ്പം സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം +2 മടമ്പം മേരിലാൻഡ് ഹൈസ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. +2 മേരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂളിൽ. അതിനുശേഷം BSc നഴ്സിംഗ് മംഗലാപുരത്ത് ബെള്ളാൽ കോളേജിൽ പൂർത്തീകരിച്ചു. പപ്പ പഠിപ്പിച്ചിട്ടുണ്ടോ സ്കൂളില്? ഉണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഹൈസ്കൂളിൽ. ഓക്കെ. അടി കിട്ടിയിട്ടുണ്ടോ പപ്പയുടെ കയ്യിൽ നിന്ന് സ്കൂളിൽ വെച്ച്? ഇല്ല, കിട്ടിയിട്ടില്ല. ടീച്ചറിന്റെ മകൾ എന്നുള്ള നിലയ്ക്ക് സ്കൂളിൽ കൂട്ടുകാരെങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്? അങ്ങനെ ഒരു വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, ഒത്തിരി ടീച്ചേഴ്സിന്റെ മക്കള് അവിടെ ഉണ്ടായിരുന്നു. കാരണം ഞാനും ഒരു ടീച്ചറിന്റെ മകനാണ്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ടീച്ചേഴ്സിന്റെ മക്കൾക്കൊരു അവർക്ക് സപ്പോർട്ട് കിട്ടും എന്ന് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ കൊണ്ട് മറ്റുള്ള കൂട്ടുകാർ നമ്മളെ ചിലപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവാറുണ്ട്. നമ്മുടെ പേരൻസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നീ സാറിന്റെ മകനായതുകൊണ്ടല്ലേടാ എങ്ങനെ എന്നുള്ള പറഞ്ഞ രീതി ചില നമുക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടുമ്പോഴും അത് അവര് കൂട്ടുകാരെ നിഷേധിക്കാറുണ്ട്. അപ്പൊ നമുക്ക് സങ്കടം വരും. അതുകൊണ്ട് ഞാൻ ചോദിച്ചു അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ എന്നുള്ളത്. ഏതായാലും പപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. അടിച്ചിട്ടില്ല, അടി കിട്ടിയിട്ടില്ല അവിടെ അല്ലേ? വീട്ടിൽ അടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഒത്തിരി അടിക്കാറൊന്നുമില്ല. സ്നേഹധനായ പപ്പയായിരുന്നു. സ്നേഹമുള്ളവരാണ് അടിക്കുകയും ചെയ്യുക. ഓക്കെ. സാറ് എങ്ങനെയുണ്ടായിരുന്നു മോള്? പഠിക്കാൻ പിടിക്കുകയായിരുന്നു. പിന്നെ അടിക്കുക എന്നല്ല വഴക്ക് പറയേണ്ട ഒരു സാഹചര്യം പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ. കുട്ടികളെ ആരെയും അടിക്കാറില്ലായിരുന്നു സാറ്? സർവീസ് കയറിയ ഇടയ്ക്കൊക്കെ അടിക്കുമായിരുന്നു. പിന്നീട് നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു കാര്യം മനസ്സിലായി,
അങ്ങനെയുള്ള ശിക്ഷകളൊന്നും ഒരിക്കലും അത് കുട്ടികൾക്ക് ഗുണം ചെയ്യില്ല. അതൊരു അധ്യാപന എന്ന നിലയിൽ നമ്മൾ കുറച്ചു വർഷത്തെ സർവീസിന് ശേഷമാണ് അത് നമുക്ക് ബോധ്യപ്പെട്ടത്. അതുവരേക്ക് നമ്മളെ കുറെയൊക്കെ ശിക്ഷിക്കുമായിരുന്നു, വഴക്കൊക്കെ പറയുമായിരുന്നു. അവസാന കാലഘട്ടം ആയപ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ വ്യതിയാനങ്ങൾ വന്നു. മാറ്റത്തോടുകൂടി കുട്ടികളെ സമീപിക്കാനുള്ള ഒരു പ്രാപ്തി ലഭിച്ചു എന്ന് വിശ്വസിക്കുക. അത് ഒത്തിരി കുട്ടികൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു തിരിച്ചറിവിലൂടെ അധ്യാപകർ വരുന്നത് തീർച്ചയായിട്ടും കുട്ടികൾക്ക്, അല്ലെ, അധ്യാപകർക്ക് കുട്ടികളിൽ ചെലുത്താൻ പറ്റുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം നമുക്കറിയാം, കൊച്ചുകുട്ടികൾ ഇപ്പൊ എന്റെയൊക്കെ കൊച്ചുകുട്ടികൾ, അവരൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാലൊരു കാര്യമായപ്പോൾ ടീച്ചർ പറയുന്നതിനപ്പുറം വേറൊരു വാക്കില്ല. അവർ നമ്മൾ പറഞ്ഞൊന്നുമല്ല, അത് ടീച്ചർ അങ്ങനെയാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് അൾട്ടിമേറ്റ് ആണ്. അതിനപ്പുറം അവർക്കൊരു തിങ്കിങ് പോലുമില്ല. അപ്പം അവരെ അത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ആരാണ് അത്? പേരൻസ് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ആണെന്നാ പറയാ. ഏതായാലും വളരെ സന്തോഷം. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലൂടെ പോയിട്ട് വരാം. റെഡി? കനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷാൽബി ആൻഡ് ബേബിക്കുള്ള 4ാമത്തെ ചോദ്യം. ജോഷുവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു? ജോഷുവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു? ഓപ്ഷൻ എ ലേവി ഗോത്രം, ഓപ്ഷൻ ബി ദാൻ ഗോത്രം, ഓപ്ഷൻ സി ഗാദ് ഗോത്രം, ഓപ്ഷൻ ഡി എഫ്രായിം ഗോത്രം. ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ജോഷുവ? Option A, B, C or D? ഓപ്ഷൻ ബി ദാൻ ഗോത്രം. ഓപ്ഷൻ ബി ദാൻ ഗോത്രം. ഉറപ്പാണെങ്കിൽ ഞാൻ ലോക്ക് ചെയ്യാം. ഏതാണ് ഞാൻ ലോക്ക് ചെയ്യേണ്ടത്? പറഞ്ഞോളൂ, സമയം തീരാറാവും. ഓപ്ഷൻ ബി ദാൻ ഗോത്രം തന്നെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി ദാൻ ഗോത്രം. ഇത് വായിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല. നമ്മളൊന്ന് കറക്കി കുത്തി, അല്ലേ? നമുക്ക് ചോദിക്കാം, നമുക്ക് കൂടെ വന്നിരിക്കുന്ന ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും. ഇതാണ് ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഫൈനൽ ആൻസർ ഇതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ തെറ്റോ നമുക്കറിയില്ല. നമുക്ക് കൂടെ വന്നിരിക്കുന്ന ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ മനസ്സിൽ? ലേവി ഗോത്രം, ഗാദ് ഗോത്രം, എഫ്രായിം ഗോത്രം. ലേവി ഗോത്രമാണോ എന്നൊരു സംശയം. ലേവി ഗോത്രമാണോ എന്നൊരു സംശയം. നോക്കാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്. ദാൻ ഗോത്രം എന്തായാലും തെറ്റാണ്. ഇനി ലേവി ഗോത്രമാണോ എന്നറിയാം, വേറെയാണോ എന്നറിയാം. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ഡി എഫ്രായിം ഗോത്രം ആണ് റൈറ്റ് ആൻസർ. 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു സിൽവർ റൗണ്ടിൽ. ഷാൽബി ആൻഡ് ബേബിയുടെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷാൽബി ആൻഡ് ബേബിക്ക് ലഭിക്കുന്ന പോയിന്റ്സ്. For the first question 10 points, second question 10 points, and third question again 10 points. The last question unfortunately ഷാൽബി പറഞ്ഞിരുന്ന ഉത്തരം തെറ്റായിരുന്നു, so no points. And silver roundil ലഭിക്കുന്ന total points 30 points. 30 points. നല്ല സ്കോറാണ് അല്ലേ? നല്ല തുടക്കം. ഇനിയും 2 റൗണ്ടുകൾ കൂടിയുണ്ട്. കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ആ റൗണ്ടുകളിലേക്ക് പോകാം. റെഡിയല്ലേ? Okay. കനാൻ ദേശം സീസൺ 2 the next round, golden round. ഷാൽബി, ഗോൾഡൻ റൗണ്ടിലും 4 ചോദ്യങ്ങളാണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവില്ല. മറിച്ച് മുമ്പിലിരിക്കുന്ന ലൈഫ് ലൈൻ, അതായത് ബൈബിൾ നോക്കി ആൻസർ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 പോയിന്റ്സിന് പകരം 5 പോയിന്റ്സ് ആണ് ലഭിക്കുക. മറിച്ച് ഇവിടെയും 4 ചോദ്യങ്ങൾക്കും റൈറ്റ് ആൻസർ ആണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ടോട്ടൽ 50 പോയിന്റ്സ്. ഇതാണ് ഗോൾഡൻ റൗണ്ടിന്റെ ഡിസൈൻ. പോകാം. ക്ലിയർ അല്ലേ? കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷാൽബി ആൻഡ് ബേബിക്കുള്ള ആദ്യത്തെ ചോദ്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പൂർത്തിയാക്കപ്പെട്ടത് എവിടെ വെച്ചാണ്?
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പൂർത്തിയാക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? ഗോൾഡൻ റൗണ്ട് ആണ്. ഇവിടെ ഓപ്ഷൻസ് ഇല്ല. ആൻസർ അറിയാമെങ്കിൽ പറയാം. എഫേസോസിൽ വെച്ച്. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ശരിയിലുണ്ടല്ല. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. എഫേസോസിൽ വെച്ച് റൈറ്റ് ആൻസർ. യോഹന്നാന്റെ സുവിശേഷം ആമുഖത്തിലാണ് അല്ലെ ഈ ഭാഗം പറയുന്നത്? നന്നായിട്ട് വായിച്ചായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഷാൽബിയുടെ അമ്മയുടെ അടുത്തേക്കൊന്ന് പോകാം. അമ്മയെ പറ്റി ഒന്നും പറഞ്ഞില്ല. അമ്മ എന്തായിരുന്നു? ഇതുപോലെ ടീച്ചറാണോ? ടീച്ചറല്ല, ഹൗസ് വൈഫ് ആയിരുന്നു. മമ്മിക്ക് വരാൻ പറ്റിയില്ല. ഓക്കെ. മമ്മി എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരാളാണ്. മമ്മിക്ക് ഒത്തിരി മാതാവിനോടുള്ള ഒരു ഭക്തിയാണ്. എന്ത് കാര്യത്തിനും മമ്മിക്കൊരു ടെൻഷനും പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ കാര്യവും മാതാവ് ശരിയാക്കും. മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഞങ്ങൾ 2 മക്കളാണ്. 2 പേരോടും ഏത് കാര്യം ഉണ്ടെങ്കിലും അതാണ് മമ്മിയുടെ ഒരു ഓപ്ഷൻ. അപ്പൊ അത് ഒത്തിരിയേറെ സന്ദർഭത്തിൽ അത് നടത്തി തന്നതായിട്ട് ഞങ്ങൾ അത്ഭുതപ്പെടാറുണ്ട്. ഏത് സാഹചര്യത്തിലും അങ്ങനെയായിരുന്നു. അതുപോലെ പപ്പായും മമ്മിയും എന്നും പള്ളിയിൽ പോകും. അപ്പം ഞാനും സൗദിയിൽ 2 വർഷം ജോലി ചെയ്തു. ഇപ്പം എന്റെ ബ്രദർ ദുബായിൽ വർക്ക് ചെയ്യുന്നു. അവിടെയൊക്കെ ജോലി ചെയ്യുന്ന അവസരത്തില് പള്ളിയായിട്ടും വിശുദ്ധ കുർബാനയായിട്ടൊക്കെ ഒത്തിരി അകന്ന ആണ് ഞങ്ങൾക്ക് ഒരു സാഹചര്യം. അവിടുത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. അപ്പം ഇവിടെ പപ്പായും മമ്മി എന്നും പള്ളിയിൽ പോയി ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല പ്രോഗ്രാമിലേക്ക്. അമ്മ ഇപ്പം ഷാൽബിക്ക് വേണ്ടി എന്തായാലും മാതാവിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ? ഷാൽബിക്ക് അത് ഉറപ്പാണ്. അപ്പൊ ഇവിടെ വന്ന പല കണ്ടസ്റ്റന്റുകളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാതാവിനോടുള്ള ഭക്തി. കഴിഞ്ഞൊരു എപ്പിസോഡിൽ വന്ന ഒരാൾ ഇതുപോലെ അദ്ദേഹം മാതാവിന്റെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും പറയുമ്പോൾ ഇതുപോലെ കണ്ണു നിറയും പെട്ടെന്ന് അമ്മയെപ്പറ്റി ഓർക്കുമ്പോൾ. അവർക്കെല്ലാം കൊന്ത ഇങ്ങനെ ബലമായിട്ട് കയ്യിൽ പിടിച്ചിട്ടാണ് അവരെല്ലാം ആൻസർ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഒത്തിരി അവർക്ക് കൊടുക്കുന്ന ഊർജം ഭയങ്കരമാണ്. അപ്പം നമുക്ക് ഷാൽബിയുടെ അമ്മയോട് ഒരു നന്ദി പറയാം കാനാൻ ദേശത്തിന്റെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡി? കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷാൽബിക്കുള്ള 2ാമത്തെ ചോദ്യം. ഹോസിയ പ്രവാചകൻ പ്രധാനമായും പ്രവചനം നടത്തിയത് ഏത് ജനതയ്ക്കു വേണ്ടിയായിരുന്നു? ഹോസിയ പ്രവാചകൻ പ്രധാനമായും പ്രവചനം നടത്തിയത് ഏത് ജനതയ്ക്കു വേണ്ടിയായിരുന്നു? ഗോൾഡൻ റൗണ്ടിലെ 2ാമത്തെ ചോദ്യമാണ്. ഇവിടെ ഓപ്ഷൻസ് ഇല്ല, മറിച്ച് ആൻസർ അറിയില്ലെങ്കിൽ ലൈഫ് ലൈൻ നോക്കാനുള്ള അവസരമുണ്ട്. ആൻസർ ഉറപ്പായിട്ടും അറിയാമെങ്കിൽ പറയാം. ലൈഫ് ലൈൻ. യുവർ ടൈം. ഹോസിയ പ്രവാചകൻ പ്രധാനമായും പ്രവചനം നടത്തിയത് ഏത് ജനതയ്ക്ക് വേണ്ടിയായിരുന്നു? ഇസ്രായേൽ. ചോദിക്കാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി റൈറ്റ് ആൻസർ. ആമുഖത്തിലാണ് ഈ ഭാഗം പറയുന്നത് അല്ലേ? പെട്ടെന്ന് കിട്ടി. 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക്
അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടെ വന്നിരിക്കുന്ന ഒരാൾ നമുക്കൊരു പാട്ട് പാടിത്തരാമെന്ന് മുമ്പേ പറഞ്ഞിരുന്നു. മോളാണ് പറഞ്ഞത് അമ്മ പാടുമെന്ന്. കനാൻ ദേശത്തിന് വേണ്ടി ഒരു 4 ലൈൻ. കാരുണ്യം തൂകുന്ന മാതാവേ, വാത്സല്യമേകുന്ന സ്നേഹനിധേ, മക്കളാം ഞങ്ങൾ തൻ ജീവിതത്തിൽ മാതൃസ്നേഹം ചൊരിയണമേ. നിൻ തിരുസുതനെ കാണാതിരുന്നപ്പോൾ തേടിയാലഞ്ഞു നീ കണ്ടെത്തിയപ്പോൾ, നിൻ തിരുസുതനെ കാണാതിരുന്നപ്പോൾ തേടിയാലഞ്ഞു നീ കണ്ടെത്തിയപ്പോൾ, പാപത്തിൻ മാർഗത്തിൽ ഞാൻ ചരിക്കുമ്പോൾ തേടി വന്നെന്നെ താങ്ങിയിടണേ. വളരെ വളരെ നന്നായിരുന്നു. നന്നായിട്ട് പാടി. താങ്ക് യു ഫ്രം കാനാൻ ദേശം സീസൺ 2. നല്ലൊരു പാട്ട് കേട്ടു. നല്ലൊരു മൂഡാണിപ്പോ. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. റെഡിയല്ലേ? ഷാൽബി റെഡിയാണോ? കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷാൽബി ആൻഡ് ബേബിക്കുള്ള 3ാമത്തെ ചോദ്യം. വിശുദ്ധ പത്രോസിനെ 1ാമത്തെ ലേഖനം എഴുതാൻ സഹായിച്ചത് ആരായിരുന്നു? വിശുദ്ധ പത്രോസിനെ 1ാമത്തെ ലേഖനം എഴുതാൻ സഹായിച്ചത് ആരായിരുന്നു? ആരാണ് വിശുദ്ധ പത്രോസിനെ 1ാമത്തെ ലേഖനം എഴുതാൻ സഹായിച്ചത്? സിൽവാനോസ്. ഉറപ്പാണോ? ഉറപ്പാണ്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. സിൽവാനോസ് റൈറ്റ് ആൻസർ. എന്താണ് ഇപ്പൊ തോന്നുന്നത്? 3 ചോദ്യങ്ങളും ഗോൾഡൻ റൗണ്ടിൽ തീർന്നിരിക്കുന്നു. സന്തോഷം. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ അതോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ചോദ്യത്തിലൂടെ പോയിട്ട് വരാം നമുക്ക്. റെഡി? കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷാൽബി ആൻഡ് ബേബിക്കുള്ള 4ാമത്തെ ചോദ്യം. കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട ഇസ്രയേൽ ജനത്തിന്റെ കണക്കെടുപ്പ് നടത്തിയതിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നുവെന്നാണ് സംഖ്യാപുസ്തകത്തിൽ പറയുന്നത്. ശ്രദ്ധിക്കാം. കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട ഇസ്രയേൽ ജനത്തിന്റെ കണക്കെടുപ്പ് നടത്തിയതിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നുവെന്നാണ് സംഖ്യാപുസ്തകത്തിൽ പറയുന്നത്. ഗോൾഡൻ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. യുദ്ധത്തിന് സന്നദ്ധരായവരെ കണ്ടുപിടിക്കാനായിട്ടുള്ള. യുദ്ധസന്നദ്ധരായവരെയാണോ അതോ കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യാമോ? ഏറെക്കുറെ അടുത്താണ് ആൻസർ. പക്ഷേ പ്രാപ്തിയുള്ളവരെ, യുദ്ധത്തിന് പ്രാപ്തിയുള്ളവരെ കണ്ടുപിടിക്കാനുള്ള. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. യുദ്ധശേഷിയുള്ളവരെ കണ്ടുപിടിക്കാൻ, എണ്ണി തിട്ടപ്പെടുത്തുക. അതായിരുന്നു അതിന്റെ ലക്ഷ്യം. കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട ഇസ്രായേൽ ജനം സീനായി മരുഭൂമിയിലെത്തുമ്പോൾ അവരുടെ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുവാൻ ദൈവം മോശയോട് പറയുന്നു. ഗോത്രവും കുടുംബവും തിരിച്ച് സകല പുരുഷന്മാരുടെയും കണക്കെടുക്കുന്നു. റൂബൻ, ശിമയോൻ, ദാൻ തുടങ്ങിയ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഓരോ ഗോത്ര തലവന്മാരെയും തിരഞ്ഞെടുക്കുന്നു. ലേവി ഗോത്രം ദൈവത്തിനുള്ളവരായി വേർതിരിക്കപ്പെട്ടിരുന്നതിനാൽ അവരുടെ കണക്കെടുപ്പ് നടത്തിയില്ല. അതാണ് ഈ ഭാഗത്ത് പറയുന്നത്. യുദ്ധശേഷിയുള്ളവരെ എണ്ണി തിട്ടപ്പെടുത്തുക. 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഗോൾഡൻ റൗണ്ടിൽ. ഷാൽബി ആൻഡ് ബേബിയുടെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ
ഷാൽബി ആൻഡ് ബേബിക്കുള്ള പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 points. സെക്കൻഡ് ക്വസ്റ്റ്യന് ലൈഫ് ലൈൻ ഉപയോഗിച്ചിരുന്നു, സോ 5 points. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ 10 points. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ഗോൾഡൻ ക്വസ്റ്റ്യനും 10 points. ആൻഡ് ടോട്ടൽ ഗോൾഡൻ റൗണ്ടിൽ ലഭിക്കുന്ന പോയിന്റ്സ് 35 points. സിൽവർ റൗണ്ടിൽ 30 points. ആൻഡ് ഇതുവരെയുള്ള പോയിന്റ് നില 65 points. 65 ആദ്യത്തെ 2 റൗണ്ടുകൾ കഴിയുമ്പോൾ. ഇനി ഒരു റൗണ്ട് കൂടി ശേഷിക്കുന്നു കാനാൻ ദേശം സീസൺ 2-ൽ. അപ്പോൾ നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2, ദ തേർഡ് റൗണ്ട്, ഡയമണ്ട് റൗണ്ട്. ഡയമണ്ട് റൗണ്ടിലും 4 ചോദ്യങ്ങളാണ്. ഓപ്ഷൻസ് ഇല്ല, ബൈബിളിന്റെ സഹായമില്ല. കൂടെ വന്നിരിക്കുന്ന കമ്പാനിയൻസിന്റെ സഹായം ചോദിച്ച് നമുക്ക് ആൻസർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 points ആണ് ലഭിക്കുക. മറിച്ച് ഈ റൗണ്ടിനെ റിയൽ ഡയമണ്ട് റൗണ്ട് ആക്കി മാറ്റുന്നത് ഈ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഷാൽബി എടുക്കുന്ന ഒരു തീരുമാനം പോലെ ഇരിക്കും. അതായത് യാതൊരു സഹായവുമില്ലാതെ ഞാൻ തന്നെ ഡയറക്റ്റ് ആൻസർ ചെയ്യാം എന്ന് ഷാൽബി എടുക്കുന്ന തീരുമാനത്തിൽ ഇത് ഡയമണ്ട് റൗണ്ടായി മാറും. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് 20 points, രണ്ടാമത്തെ ചോദ്യത്തിന് 40, മൂന്നാമത്തെ ചോദ്യത്തിന് 80, നാലാമത്തെ ചോദ്യത്തിന് 160, ടോട്ടൽ 300. തീരുമാനിക്കാം. ഷാൽബി എന്ത് തീരുമാനിക്കുന്നു? ഡയറക്റ്റ് പോകുന്നോ അതോ കൂടെ വന്നിരിക്കുന്നവരുടെ ഹെൽപ്പ് ചോദിക്കുന്നോ? ഡയറക്റ്റ് പോകുന്നു. ഗുഡ് ഡിസിഷൻ. പോകാം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ഓക്കെ. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷാൽബി ആൻഡ് ബേബിക്കുള്ള ആദ്യത്തെ ചോദ്യം. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവന്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. യേശയ്യാ പ്രവാചകൻ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പ്രവചിച്ചത്? അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവന്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. യേശയ്യാ പ്രവാചകൻ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പ്രവചിച്ചത്? ഡയമണ്ട് റൗണ്ടിലെ വിലയേറിയ ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം. ക്രിസ്തുവിനെ കുറിച്ച് ഉറപ്പാണല്ലോ അല്ലെ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. യേശുവിനെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച്. റൈറ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടിലെ ആദ്യത്തെ കടമ്പ കടന്നിരിക്കുകയാണ് 20. ഇനി ഇതിൽ നിന്നാണ്, ഈ സ്റ്റെപ്പിൽ നിന്നാണ് മുകളിലേക്ക് പടിപടിയായി കയറേണ്ടത്. ഇനി 3 ചോദ്യങ്ങൾ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഷാൽബിയുടെ ചർച്ച്, പള്ളി, അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. പറയാമോ? ഞാൻ എറണാകുളം അങ്കമാലി അവധൂരൂപതയിലെ വല്ലം ഫൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഫാദർ തോമസ് പാറക്കാട്ടിലാണ് ഞങ്ങളുടെ വികാരി അച്ഛൻ. അതാണ് നിങ്ങളുടെ ഇടവക? ഞങ്ങളുടെ ഇടവക. ഓക്കെ. ഞാനൊരു കാര്യം, അതായത് നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ 2 പേരാണ് ഈ ചെയറിൽ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ അതിഥി, അതായത് ഈ വചനങ്ങൾ പഠിക്കുന്ന ഒരു സമയത്താണ് അവൻ അല്ലെങ്കിൽ അവൾ ജനനം. അതിനുവേണ്ടി പ്രത്യേകിച്ച് കൊച്ചിനെ എന്തെങ്കിലും കേൾപ്പിക്കാറുണ്ടോ? അതായത് വചനം ഉറക്കെ വായിക്കുകയോ അങ്ങനെയൊക്കെ? എന്റെ മൊബൈലില് ഇത് ബൈബിളിന്റെ ആപ്പുണ്ട്. അതിലിങ്ങനെ പ്രാർത്ഥനാ രൂപത്തിലുള്ള ഇതൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകം, സുഭാഷിതം, അങ്ങനെയുള്ള അതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും ആ പ്രായത്തിൽ, അതായത് ഈ വയറ്റിൽ കിടക്കുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ കുട്ടിയെ സ്വാധീനിക്കും എന്നുള്ളത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം തീർച്ചയായിട്ടും അതിനിയും അത് കേൾപ്പിക്കണം. ഞാനൊക്കെ കുട്ടികളെ പാട്ട് കേൾപ്പിക്കാറുണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഈ പ്രായത്തിൽ, അതായത് കാനാൻ ദേശത്തിന്റെ ഈ ഗോൾഡൻ സീറ്റിൽ ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് വരാനുള്ള ഭാഗ്യം ആ കുഞ്ഞിനുണ്ട്. കുഞ്ഞു കണ്ടസ്റ്റന്റ് വചനങ്ങൾ കേട്ട് വളരട്ടെ. കാനാൻ ദേശം സീസൺ 2-ന്റെ വചനങ്ങൾ കേട്ട് വളരാൻ ഇടയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ. സർ ഒരു മ്യൂസിക്കൽ ഡയറക്ടറാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു പാട്ട് എനിക്കും കുഞ്ഞിനുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ഞാന് ചെന്നൈയിലല്ലേ നിങ്ങൾ താമസം? ഞാൻ അവന് വേണ്ടി ഒരു തമിഴ് സോങ് ഞാൻ ഒരു CD-യിൽ പാടിയിട്ടുള്ള, എന്റെ മ്യൂസിക് ഡയറക്ടർ ഒരു പോൾരാജ് ആണ്. അദ്ദേഹം
വിദ്യാസാഗറിന്റെ കീബോർഡിസ്റ്റാണ്. അദ്ദേഹം ചെയ്തൊരു പാട്ടിന്റെ ഒരു 4 ലൈൻ ഞാൻ പാടാം. താങ്ക് യു സർ. വെൽക്കം ഷാൽബി. തീർച്ചയായിട്ടും എനിക്ക് ജീവിതത്തിലെ ആദ്യത്തെ ഒരു അവസരമാണ്. ഒരാൾക്ക് പാട്ടുപാടി കൊടുക്കുന്നതല്ല, ഒരു സീറ്റിലിരിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കാനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡിൽ ഇങ്ങനെ പാട്ടുപാടാൻ കിട്ടിയ അവസരം ഒത്തിരി കാരണം ഒരിക്കലും ഒത്തിരി വേദികളിൽ പാടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമാണ്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ അങ്ങോട്ടും നന്ദി പറയുന്നു. നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷാൽബിക്കുള്ള രണ്ടാമത്തെ ചോദ്യം. തന്റെ പിതാവിന്റെ പണം വീണ്ടെടുക്കാൻ പുറപ്പെട്ട തോബിയാസിനെ അനുഗമിച്ച ദൈവദൂതന്റെ പേരെന്ത്? തന്റെ പിതാവിന്റെ പണം വീണ്ടെടുക്കാൻ പുറപ്പെട്ട തോബിയാസിനെ അനുഗമിച്ച ദൈവദൂതന്റെ പേരെന്ത്? റഫായേൽ ദൈവദൂതൻ. റഫായേൽ ദൈവദൂതൻ. ഉറപ്പാണ്? ഉറപ്പാണ്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. റഫായേൽ റൈറ്റ് ആൻസർ. തോബിത്ത് 5:4-6 ഈ ഭാഗം പറയുന്നത്. അത് ആ ഭാഗം അറിയാമോ? ബൈബിളിൽ ആ ഭാഗം ഞാൻ വായിച്ചിട്ടുള്ള ഭാഗമാണ്. ഇതിനു മുന്നായിട്ട് തോബിത്തും സാറായും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ദൈവം റഫായേൽ ദൂതനെ തോബിയാസിന്റെ കൂടെ അയക്കുകയാണ് സാറായെ കണ്ടെത്താനും. തോബിത്ത് അന്ധനായിരുന്നു. അതിനൊരു പരിഹാരം, അന്ധത മാറ്റുന്നതിനുമായിട്ട് പരിഹാരത്തിനായിട്ടും. തോബിത്തിന് പക്ഷെ അറിയില്ലായിരുന്നു അത് ദൈവദൂതനാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ റഫായേൽ ദൂതൻ തോബിത്തിന്റെ വീട്ടിലെത്തുന്നു. ചാർച്ചക്കാരിൽ ഒരുവനാണെന്ന് പറഞ്ഞ് തോബിയാസിന്റെ കൂടെ അനുഗമിക്കുന്നു. അങ്ങനെയാണ് സഹായിക്കുന്നതും സാറയെ ഭാര്യയെ സ്വീകരിക്കുന്നതും. ഓക്കെ, വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ആ ഭാഗത്തെ പറ്റി. 2 ചോദ്യങ്ങൾ ഡയമണ്ട് റൗണ്ടിൽ വിജയകരമായിട്ട് ഇനിയും 2 ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നു ഈ എൻറ്റയർ എപ്പിസോഡിൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ? നമ്മുടെ അടുത്ത കക്ഷിയും റെഡിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അവനോ അവളോ അവരും ക്വസ്റ്റ്യൻ കേൾക്കാൻ വേണ്ടി, വചനം കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്നു. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷാൽബി ആൻഡ് ബേബിക്കുള്ള 3ാമത്തെ ചോദ്യം. സമരിയായിൽ ബാൽദേവന് ക്ഷേത്രം പണിത് ബലിപീഠം സ്ഥാപിച്ച ഇസ്രയേൽ രാജാവ് ആര്? സമരിയായിൽ ബാൽദേവന് ക്ഷേത്രം പണിത് ബലിപീഠം സ്ഥാപിച്ച ഇസ്രയേൽ രാജാവ് ആര്? ഡയമണ്ട് റൗണ്ടിൽ 3ാമത്തെ ചോദ്യമാണ്. ആഹാബ് രാജാവ്. ചോദിക്കട്ടെ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ആഹാബ് രാജാവ് റൈറ്റ് ആൻസർ. സമരിയയിലെ രാജാവായിരുന്ന ആഹാബ് കർത്താവിനെതിരെ വളരെയധികം തിന്മകൾ പ്രവർത്തിച്ചിരുന്നു. അന്യദേവന്മാരെ ആരാധിക്കുന്നതിൽ തൽപരനായിരുന്നു. ആഹാബ് ബാൽദേവന് വേണ്ടി ഒരു ക്ഷേത്രവും ബലിപീഠവും നിർമ്മിച്ച് ദൈവത്തെ പ്രകോപിപ്പിച്ചു. അതാണ് ആഹാബ് രാജാവ്. 3 ചോദ്യങ്ങൾ കഴിയുമ്പോൾ ഇനി ഒരു ചോദ്യം ബാലൻസ്, അതായത് ദ റിയൽ ഡയമണ്ട് ക്വസ്റ്റ്യൻ. ചോദ്യം ചോദിക്കുമ്പോൾ ഒന്ന് പലതും പെട്ടെന്ന് കറക്റ്റ് ആൻസറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ബൈബിൾ പഠിക്കുക? സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. അതിന്റെ രഹസ്യം പ്രേക്ഷകർ കൂടെ അറിയട്ടെ. പണ്ട് മുതലേ ബൈബിള് ഞാൻ വായിക്കുമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒത്തിരി ഒരു ബൈബിൾ പഠിക്കുമ്പോൾ എനിക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു. ഒരു ഉറക്കം വരവോ അങ്ങനെ ഒരു ഫീലിങ്സ് ആയിരുന്നു എപ്പോഴും. അപ്പൊ പഠിക്കുന്ന അവസരങ്ങളിലാണെങ്കിലും പഠിച്ചു മടുത്തു കഴിയുമ്പോൾ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു.
അപ്പൊ നമുക്കൊരു എനർജി കിട്ടുന്ന പോലെയായിരുന്നു. അങ്ങനെ പണ്ട് മുതലേ ഞാൻ ബൈബിള് ഇങ്ങനെ ഓരോ ഭാഗങ്ങളായി വായിക്കുമായിരുന്നു. പക്ഷെ ഇതുവരെയും ഒന്ന് പൂർണ്ണമായി ഒന്ന് വായിക്കാനായിട്ട് ഒരവസരം കിട്ടിയില്ല. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഞാൻ പൂർണ്ണമായി ഒരു തവണ ആദ്യമായി ബൈബിള് വായിച്ചത്. അങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ. പിന്നെ ഞാന് അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ എഴുതി, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എഴുതി ഒരു ബുക്കിൽ ഇങ്ങനെ പണ്ട് മുതലേ, ഇപ്പോഴല്ല മുന്നേ തൊട്ട് ഞാൻ അങ്ങനെ വിഷമമുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ ബൈബിളിനായിട്ടൊരു ഡയറി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്തു. അത്രേ ഉള്ളൂ. ഒത്തിരി പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാനൊരു അവസരം കിട്ടിയില്ല. ഫുൾ ക്രെഡിറ്റ് ഞാൻ ഷാൽബിക്ക് തരത്തില്ല. നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആൻസർ ചെയ്യുന്നത്. അതെ അല്ലേ? അതെ. അപ്പോൾ പോകാം, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡി? ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഇൻ ദ എപ്പിസോഡ് ആൻഡ് ഇൻ ദിസ് റൗണ്ട്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷാൽബി ആൻഡ് ബേബിക്കുള്ള 4ാമത്തെ ചോദ്യം. കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? തങ്ങളെ സ്വീകരിക്കാത്തതിന്റെ പേരിൽ ശിഷ്യന്മാർ ആരെക്കുറിച്ചാണ് യേശുവിനോട് ഇങ്ങനെ ചോദിച്ചത്? കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? തങ്ങളെ സ്വീകരിക്കാത്തതിന്റെ പേരിൽ ശിഷ്യന്മാർ ആരെക്കുറിച്ചാണ് യേശുവിനോട് ഇങ്ങനെ ചോദിച്ചത്? ആരെക്കുറിച്ചായിരുന്നു? റിയൽ ഡയമണ്ട് ക്വസ്റ്റ്യൻ. സമരിയാക്കാരെ കുറിച്ച് ഉറപ്പാണോ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. സമരിയാക്കാരെ കുറിച്ച് റൈറ്റ് ആൻസർ. വളരെ നല്ല പെർഫോമൻസ് ഷാൽബി. റിയലി കൺഗ്രാറ്റ്സ്. നമുക്ക് ഷാൽബിയുടെ സ്കോർ അറിയാം. എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ഫൈനൽ സ്കോർ എന്താണെന്ന് അറിയാൻ. നമുക്ക് പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷാൽബി ആൻഡ് ബേബിക്കുള്ള പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 20 points, second question 40 points, third question 80 points, the last question, that is the diamond question, 160 points, and total diamond roundil ഷാൽബി ആൻഡ് ബേബിക്ക് ലഭിക്കുന്ന പോയിന്റ്സ് 300 points, silver roundil 30 points, golden roundil 35 points. The grand total is 365 points. Congratulations, Shalby. കാനാൻ ദേശം സീസൺ 2 വിജയിയെ കാത്തിരിക്കുന്നത് യൂറോപ്പിലേക്കൊരു തീർത്ഥയാത്ര. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155533. Pilgrimage conducted by You Smart Travels Ernakulam. 365 out of 400. നല്ലൊരു സ്കോറാണല്ലേ? വളരെ നല്ല സ്കോറാണ്. എന്താണ് ഇപ്പൊ തോന്നുന്നത്? മാതാവിനോട് നന്ദി പറയുന്നു. ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, പരിശുദ്ധാത്മാവിനോട് ജ്ഞാനം, സോളമന്റെ പ്രാർത്ഥന പോലെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കാനായിട്ട്. കാരണം നമ്മുടെ ഒരു കഴിവുകൊണ്ട് എന്തായാലും ബൈബിൾ പഠിക്കാൻ പറ്റില്ല എന്നെനിക്ക് അറിയാം. മറ്റ് വിഷയങ്ങളെ പോലെയല്ല. ബൈബിൾ പഠിക്കണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം. അതുകൊണ്ട് എല്ലാം ബൈബിൾ വായിച്ചാലും എത്ര വായിച്ചാലും അത് മനസ്സിലാക്കണമെങ്കിലും അതിന് ആൻസർ ചെയ്യണമെങ്കിലും ദൈവത്തിന്റെ ഒരു സഹായം കൂടിയേ തീരുമെന്ന് അറിയാം, മനസ്സിലായി. ദൈവത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇതാണ് യഥാർത്ഥ ജ്ഞാനം, അല്ലേ? അതെ. ദൈവം കൂടാതെ
ദൈവത്തെ തിരിച്ചറിയുന്നതാണ്. ദൈവം ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. അവൻ എന്റെ കരങ്ങൾക്കും എന്റെ നാവിനും ശക്തി നൽകിയില്ലെങ്കിൽ എനിക്കൊന്നും, ഞാൻ എത്ര വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും എത്ര ഉന്നതിയിലുള്ളവനാണെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല എന്ന് തിരിച്ചറിയുന്ന ഒന്നാണ് ജ്ഞാനം. അത് തീർച്ചയായിട്ടും ഷാൽബിക്കുണ്ട്. ഒത്തിരി സന്തോഷം ഷാൽബി വന്ന് ഈ സീറ്റിലിരുന്ന് ഇത്രയും നേരം. നിങ്ങൾ രണ്ടുപേർക്കും നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും കനാൻ ദേശം സീസൺ 2 നന്ദിയോടൊപ്പം ഞങ്ങൾ നൽകുന്ന ഒരു മെമന്റോയും ഒരു സർട്ടിഫിക്കറ്റുമുണ്ട്. പ്ലീസ്. വല്ലം ഫെറോനയിൽ നിന്ന് വന്ന ഷാൽബി ആൻഡ് ബേബിയുമായിട്ടുള്ള കാനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച പുതിയ മത്സരാർത്ഥിയുമായി ഞങ്ങൾ വരുന്നതാണ്. ടിൽ ദെൻ ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് വരുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തന്നാ മതി. ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാലും വേറെ എവിടെയെങ്കിലും ജോലി കിട്ടും. ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പണി ദൈവം വിചാരിച്ചിട്ടുണ്ടാവല്ലോ. കനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ മിനി റോയ്ക്കുള്ള രണ്ടാമത്തെ ചോദ്യം. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനും, ആദിയും അന്തവും. ആരിലൂടെയാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? യോഹന്നാൻ. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്.